ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ അംഗവും അധ്യാപികവുമായ പ്രിയ വിനോദാണ്. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഷാഫി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു പിന്നാലെ പ്രത്യേകിച്ച് സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത പിണറായി വിജയൻ ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ബേപ്പൂരിൽ അൻവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ, മരുമോനിസം അവസാനിപ്പിക്കാൻ അൻവർ ഇറങ്ങുമ്പോൾ അൻവറിനെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് നയിക്കാൻ പിണറായി ഉണ്ടാകും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു മാറ്റി നിർത്തൽ അല്ലെങ്കിൽ ഒരു മാറി നിൽക്കൽ പിണറായി വിജയനെ കൊണ്ട് സാധ്യമാണോ? നോക്കൂ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത് തന്നെ അനർഹമായ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടാണ്. നമുക്കറിയാം, അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന ഒരു സമയം, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭരണകാലം ഒക്കെ ആയിരുന്നു. നമ്മുടെ നാട് കേട്ട് കേൾവിയില്ലാത്ത ഒരു രീതിയിൽ അത്രയും മ്ലേച്ഛവും നികൃഷ്ടവുമായ ഒരു ആരോപണം കേരള ജനതയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയും അതിനെ ശരിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്താണ് തിരക്കഥ തയ്യാറാക്കിക്കൊണ്ട് തന്നെ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് പിണറായി വിജയനൊപ്പം നിന്ന് പിന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ച്, ഒരു പുകമറ സൃഷ്ടിച്ച് അധികാരത്തിൽ വന്നതാണ്. പക്ഷെ അപ്പോഴും അന്ന് ഒരു പക്ഷേ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള ഒരു ചർച്ചയായിരുന്നു. അതൊന്നും നടന്നില്ല, ഇങ്ങനെ പോയി. രണ്ടാമത്തെ തവണയും കോവിഡിന്റെ ഒരു കാലമൊക്കെ ആയതുകൊണ്ട് അവർക്ക് അതിനെ മറികടന്ന് വരാൻ സാധിച്ചു. ഇപ്പോ പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനം തകർന്ന് പിണറായിസം മാത്രം വളർന്ന് കേരളം തളർന്നുപോയ ഒരു സംസ്ഥാനത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് തന്നെയായാലും ഭയമുണ്ടാകും. ജനങ്ങളെ ഭയക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് പിണറായി വിജയൻ. പ്രതിച്ഛായ നഷ്ടപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ ഏതൊരു അസ്തിത്വവും വ്യക്തിത്വവും ഇല്ലാതെ മാറിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഇപ്പോ നമ്മൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ പറയുന്ന ചില മൂല്യങ്ങളുണ്ട്, അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ആ പ്രസ്ഥാനം പോലും മരണപ്പെട്ട് കിടക്കുന്ന ഒരു ICUവിൽ കിടക്കുന്ന ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അന്നേരം പിണറായി വിജയന് തോൽവി ഭയമുണ്ട്. പക്ഷേ അത് ഉറപ്പിച്ചങ്ങ് പറയാൻ സാധിക്കില്ല. ഇപ്പോ ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ധർമ്മടത്ത് ആര് മത്സരിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ സീറ്റിലും ആര് മത്സരിക്കും എന്നൊന്നും ഒരു ചർച്ചയും അല്ലെങ്കിൽ അതൊന്നും പുറത്തു വന്നിട്ടില്ല. ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ തീരുമാനങ്ങൾ വരുന്നുണ്ടായിരിക്കും. നമ്മളെങ്ങും തന്നെ അതിനകത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ AICCയോ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല. പുറത്ത് അതിനെ പറ്റിയുള്ള വാർത്തകളൊന്നും വന്നിട്ടുമില്ല. പക്ഷെ ഊഹാപോഹങ്ങളാണ്. അതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത് ഷാഫി എങ്ങാനും മത്സരിച്ചു കഴിഞ്ഞാൽ, കാരണം വടകരയിൽ ഉണ്ടായത് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, ആരും പ്രതീക്ഷിച്ച ഒരു സംഭവം ആയിരുന്നില്ല വടകരയിൽ ഉണ്ടായിരുന്നത്, വടകരയിൽ നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഷാഫി വരികയാണെങ്കിൽ പിണറായി വിജയൻ തോൽക്കുമെന്നുള്ളത് 100% പിണറായി വിജയനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം അത് ഒരു കാര്യം. അതുകൂടാതെ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്നത് പോലെ മരുമോന്റെ പേരിൽ ഒരു പട്ടണം ഉണ്ടാക്കി കൊടുത്താൽ എന്ത്, മകൾക്ക് സ്ത്രീധനം കൊടുത്തതുപോലെ ഒരു വകുപ്പും കൊടുത്തു മരുമകനെ MLA ആക്കി, ഒരു മന്ത്രിസ്ഥാനവും സ്ത്രീധനമായി നൽകിയ അമ്മാവൻ ഇനി ആലോചിക്കുന്നത് ബേപ്പൂരിൽ നിർത്തി എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചിട്ട് ടിപ്പു സുൽത്താന്റെ പേരിൽ ഒരു പേരുമാറ്റം പണ്ടുണ്ടായതുപോലെ ഇനി റിയാസിന്റെ പേരിൽ അല്ലെങ്കിൽ മരുമോന്റെ പേരിൽ ഒരു പട്ടണം തന്നെ അങ്ങ് കൊടുക്കാം എന്നൊക്കെ ഉള്ള ആഗ്രഹം അദ്ദേഹത്തിന് എന്ത് കൊടുത്താലും മതിയാകാത്തൊരവസ്ഥയാണല്ലോ. പക്ഷെ എന്ത് തന്നെ ആയാലും PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പുറത്തു നിൽക്കുന്നത് എന്താണ്, പിണറായി വിജയനെതിരെ 10 തലയും പോരാടാനുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മരുമോന്റെ ഒരു വിജയവും അവിടെ നടക്കില്ല എന്നുള്ളതും സ്പഷ്ടമാണ്. പക്ഷെ പിണറായി വിജയന് ഈ പരാജയ ഭീതിയിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കൂടിയ അവരുടെ യോഗത്തിൽ അദ്ദേഹം 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ആരും സ്ഥാനാർത്ഥിയൊന്നും ആകണ്ട, സ്വയം സ്ഥാനാർത്ഥിയാകണ്ട, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ട എന്നൊക്കെ. ഇപ്പോഴേ പിണറായി വിജയൻ ഇല്ല എന്ന് പറയാനുള്ള ഭയം, അതിന് മറുപടി പറയണം, മത്സരിച്ചാൽ പരാജയപ്പെടും എന്നുള്ള ചങ്കിടുപ്പ്. കാരണം കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ആ പരാജയ ഭീതിയിൽ നിന്നുമാണ് ഇതെല്ലാം ഉടലെടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോഴും ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ മത്സരിച്ചില്ലെങ്കിൽ പിന്നെ CPM-ൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ ആര് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവർ അടുത്തൊരു തെരഞ്ഞെടുപ്പിന് മുൻപിലേക്ക് ഇറങ്ങും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ. പിണറായി വിജയൻ അല്ലാതെ മറ്റാരുണ്ട് ഇവർക്ക് ഇനിയിപ്പോൾ? പിണറായി അല്ലെങ്കിൽ ഇന്നയാൾ മുഖ്യമന്ത്രിയാകുമെന്ന് ഉയർത്തി കാണിക്കാൻ ഏത് നേതാവ്, അല്ലെങ്കിൽ അങ്ങനെ അത്രത്തോളം കഴിവുള്ള ആരാണ് CPM-ൽ ഇപ്പോഴുള്ളത്?
പിണറായി വിജയന് കഴിവ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബം വളർത്തിയെടുക്കുക, അഴിമതികൾ കാണിക്കുക, ഇതിനകത്ത് രാഷ്ട്രീയത്തിന്റെ എന്താണ് പൊളിട്രിക്സ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ നേരായ മാർഗത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ തന്റെ പ്രസ്ഥാനം വളർത്താനോ അതിനകത്ത് നിൽക്കുന്ന നേതാക്കളെ വളർത്താനോ അല്ല അദ്ദേഹം ശ്രമിച്ചത്. അല്ലെ? അങ്ങനെയാണെങ്കിൽ പിന്നെ റിയാസിനേക്കാൾ സീനിയർ ആയിട്ടും യോഗ്യതയുമുള്ള എത്രയോ പേർ ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. അവർക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ ആം, ആ, ആ, ആർക്കാണ് മുഹമ്മദ് റിയാസിന് അദ്ദേഹം നേടിക്കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവർ കെ ആർ ഗൗരിയമ്മയുടെ കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം. പക്ഷെ ഒരിക്കലും അത് അവരുടെ CPM-ന്റെ സ്ത്രീ വിരുദ്ധത കൊണ്ട് തന്നെ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അവരത് പൊറപ്പിക്കുകയുമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് അവർ PR വർക്കിലൂടെ ആരോഗ്യവകുപ്പ് കൊടുത്ത് ശൈലജ ടീച്ചറിനെ ഒരുപാട് അവർ PR വർക്കിലൂടെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതേ അവർ തന്നെ അപ്പോ അന്നേരം പിണറായി വിജയനേക്കാൾ കൂടുതൽ ഒരു പടി മുമ്പിലാണ് ശൈലജ ടീച്ചർ എന്ന ഒരു അവസ്ഥ എത്തിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ഓരോരോ കാര്യങ്ങളായിട്ട് അഴിമതികൾ കാണിക്കാനും എല്ലാത്തിനും അവരെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് അവർ ആ കോവിഡ് കാലത്ത് പിന്നെ PPE കിറ്റ് അഴിമതി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിനൊക്കെ മുഖ്യമന്ത്രിയുടെ അനുവാദമായിരുന്നു, മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമായിരുന്നു അവർ അതൊക്കെ ചെയ്തത്. പക്ഷെ പിന്നീട് അവര് അവരെ എന്താണ് അവരെ അവസാനിപ്പിക്കുക രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും ശൈലജ ടീച്ചർ ഒരിക്കലും മുമ്പോട്ട് വളർന്നു വരരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ വടകരയിൽ മത്സരിപ്പിച്ചത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യവും അന്നേരം ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വടകരയിൽ മത്സരിപ്പിക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ് CPM ഉണ്ടായിരുന്നു. അവരെ ഏതെല്ലാം തരത്തിലാണ് അന്ന് നാണം കെടുത്തിയത്, എന്തെല്ലാം രീതിയിലാണ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യത്തിലായാലും ശരി തന്നെ അവസാനം അശ്ലീലപരമായ കാര്യങ്ങളിൽ വരെ ആ സ്ത്രീയെ കൊണ്ടെത്തിച്ചു. ആ രീതിയിൽ ഒക്കെ വളരെ മോശമായ രീതിയിൽ ആ അവരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം മരുമകനെ ഉയർത്തിക്കൊണ്ടുവരാനും പിണറായി വിജയന്റെ ഇമേജ് മറ്റുള്ളവരുടെ ഇപ്പൊ ചിലരൊക്കെ ആണെങ്കിൽ അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വയം വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകും. മറ്റുള്ളവരെന്ത് ചെയ്യും? കുറെ പേര് എന്ത് ചെയ്യും? കൂടെ നിൽക്കുന്നവരെ തകർത്തിട്ട് മുമ്പിലോട്ട് നിൽക്കാം എന്ന് വിചാരിക്കും. അതായത് നമ്മൾ ഒരുമിച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് സ്പീഡ് കുറയുകയാണെങ്കിൽ മുമ്പേ പോകുന്നവരെ പിടിച്ചു തള്ളിയിട്ടിട്ട് നമ്മൾ കയറി പോകുന്നു എന്ന് വരുത്താം. ആ ലെവലിലാണ് പിണറായി വിജയൻ ചിന്തിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരാജയ ഭീതി മാത്രമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. പകരം നേതാക്കളുണ്ടെങ്കിൽ പോലും പിന്നെ അവരെ ആരെയും ഉയർന്നു വരാൻ ആർക്കാണ് അവിടെ അവസരം നൽകുക? മുഹമ്മദ് റിയാസിനല്ലാതെ പിണറായി വിജയൻ മറ്റാരെയാണ് പ്രതീക്ഷിക്കുക? അതിനുവേണ്ടിയാണല്ലോ അദ്ദേഹം ഒരു അതെ. ടൈം പ്രചരണത്തിനായി പേപ്പർ. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ബാക്കി എത്രയോ മണ്ഡലങ്ങളുണ്ട്. അദ്ദേഹം മരുമകന്റെ മണ്ഡലത്തിൽ മാത്രം പോകുമെന്ന് പറയുന്നതിന്റെ കാര്യത ഇനി മത്സരിച്ചില്ല എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് നയിച്ചാൽ ആര് വോട്ട് കൊടുക്കുമെന്നാണ്? നമ്മുടെയൊക്കെ നാട്ടിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിണറായി വിജയനെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നവർ, എന്തെങ്കിലും അയാളെ ഒന്ന് നേരിട്ട് കാണാൻ കഴിയുമെങ്കിൽ പറയാൻ ആൾക്കാർ കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോ അതെ, അവര് തീർച്ചയായും. ജീവിതം തകർത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി ചെറുപ്പക്കാർക്ക് അഭ്യസ്തവിദ്യരായ ആൾക്കാർക്ക് ഒക്കെ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എവിടെയെങ്കിലും പിണറായി വിജയൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടോ? അതൊക്കെ ഉമ്മൻചാണ്ടിയെ കണ്ടു പഠിക്കണം. ഉമ്മൻചാണ്ടി സാർ നടത്തിയ ജനസമ്പർക്ക പരിപാടി, അല്ലെങ്കിൽ ഏതൊരാൾക്കും എപ്പോ വേണമെങ്കിലും ഒരു കുട്ടിക്ക് പോലും ഫോൺ ചെയ്ത് അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാനും സാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെയാണോ പിണറായി വിജയൻ? ഒരു വെറുക്കപ്പെട്ട ഒരു ബിംബമായി മാറിയിരിക്കുകയാണ്. അപ്പം സ്വന്തം ഇത്രയും അതെ. 140 മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്ത പോലും പിണറായി വിജയൻ മത്സരിച്ചില്ലെങ്കിൽ കുട്ടയും പ്രചാരകനായി എവിടെ ഉണ്ടായിരിക്കും? മരുമോന് വേണ്ടി ഉണ്ടായിരിക്കും. ഇപ്പൊ മരുമോന് മാത്രം ജയിച്ചാൽ മതിയോ? അവരിപ്പോ എന്ത് തന്നെ ആയാലും ഒരു 10-20 പേരെങ്കിലും ജയിച്ച്, അല്ലെങ്കിൽ 25 പേരെങ്കിലും ഒക്കെ ജയിക്കുമല്ലോ, അങ്ങനെയൊക്കെ ജയിക്കണമല്ലോ എന്ന് ആഗ്രഹിക്കുമല്ലോ, ഒരുപാട് അങ്ങ് ഇതാവാതെ. അപ്പൊ അതിനകത്ത് തന്റെ മരുമകൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ശൈലജ ടീച്ചറിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കുമെന്ന് പറയുമ്പോൾ പോലും പിണറായി വിജയന്റെ മനസ്സിൽ അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറയാതെ പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തു തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഒരു ഭീതിയോടുകൂടി അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ CPM-ന് വലിയൊരു നാണക്കേടില്ലാത്തൊരു തോൽവി ആയിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ മാറുന്നാൽ നൽകുന്നത്. അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ കൂടി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണെങ്കിൽ നാണംകെട്ട തോൽവി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഈ ഒരു തോൽവി വിശേഷിപ്പിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.